Next week, we know that you are going to attend some placements in your campus. So adinte bhagamayitte Kerala Knowledge Economy in connection to Kerala Knowledge Economy Mission അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ MES കോളേജിലെ ഒരു ദിവസം ഞാൻ അവിടെ വന്ന് നമ്മളുടെ കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിൽ നിന്ന് സെലക്ടഡ് സ്റ്റുഡൻസിന് നമ്മൾ DWMS ഓറിയന്റേഷനും പിന്നെ അവരുടെ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരോട് അന്ന് അറ്റൻഡ് ചെയ്ത കുട്ടികളോടൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെയും രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് മന്തിൽ വരാൻ പോകുന്ന April 26 വരാൻ പോകുന്ന മെഗാ ജോബ് ഡ്രൈവ് നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിലേക്കും നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ വരുന്ന ക്യാമ്പസ് പ്ലേസ്മെന്റിനും പിന്നെ നെക്സ്റ്റ് മന്തിൽ വരാൻ പോകുന്ന വിജ്ഞാന കേരളം പ്ലേസ്മെന്റിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നമ്മള് ഒരു ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം, അതിലേക്കുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ്, നിങ്ങളുടെ ബോഡി പോസ്ചർ, ബോഡി ലാംഗ്വേജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷോർട്ട് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് കേരള നോളജ് ഇക്കണോമി മിഷൻ TCE സുമേഷ് സാർ ആണ്. സാറ് ഒരു SAP ട്രെയിനറും കൂടിയായിരുന്നു. നമ്മളുടെ ഓൾ കേരള KKM റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സ്കിൽ കോഴ്സസും ഇതുപോലത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് കോഴ്സുകളും പിന്നെ അതുപോലെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ സെഷൻസും സാറ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരെയും ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. Thank you for that introduction. Am I audible? Audible ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു തംസ് അപ്പ് ഇടാം. നിങ്ങൾ എല്ലാവരും ഓൺലൈൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ, അതും കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു തംസ് അപ്പ് ഇടാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, തംസ് അപ്പ് ഇടാം അല്ലെ. യെസ്, എല്ലാവരും ഒന്ന് ചെയ്തോളൂ. നമുക്കൊരു 1 way അല്ല 2 way ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല അല്ലെ. യെസ്, വെരി ഗുഡ്. So shall we start? Yes. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏത് സെഷൻ എടുക്കുവാണെങ്കിലും എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഞാൻ മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങുക. പക്ഷെ വെറുതെ ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി തരും. ആ ആക്ടിവിറ്റി നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അനിത മാം മുഖേന നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ പോസിറ്റീവ് നോട്ട്. Here we go. വളരെ സിമ്പിൾ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ഈസി. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ 5 എണ്ണത്തിന്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് ചാറ്റ് ബോക്സിൽ ഇടണം. എന്താ, വളരെ സിമ്പിൾ ആണ്. 2 words are jumbled up in each of the following items. If you find out one word, the other will be its opposite. ഒരു വേർഡ് ഉണ്ട്, അതിൽ ഒരു 2 വേർഡ് കൂടിയിട്ടുള്ള ഒരു വേർഡാണ്. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ അടുത്തതിന്റെ ഓപ്പോസിറ്റ് ആണ്. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്, TIOUN. അതിൽ ഐയും എന്നും നിങ്ങളൊന്ന് റൗണ്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ഇൻ. ദ ഓപ്പോസിറ്റ് ഇസ് വെരി സിമ്പിൾ, ഔട്ട്. സെയിം വേ 5 എണ്ണം അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിച്ച് ചാറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്തിടാം. വളരെ ഈസിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടൊരു സെഷനാണ്. ഇറ്റ്സ് വെരി ഈസി. 2 words are jumbled up in each of the following items. If you find out one word, the other will be its opposite. Very easy. TIOUN. If you round OU and T out, ബാക്കിയുള്ളത് എന്താണ്, in ആണ് അല്ലെ. So in, opposite, out. The same way you have 5 items. Find out all. Two words are jumbled up in each of the following items. If you find out one word, the other will be its opposite. Example, TIOUN is equal to in, opposite, out. The same way, find out all 5, type it in the chat box, Google Meet chat box, and you'll get a gift. The first one to crack all 5 will get a gift from my side. It's very easy. And I will give you 1 minute. It's very simple, commonly used words, just to break your ice. That's it. You can type it. Yeah, Shabana, Shabu, yeah, boy, opposite girl. Very good. Try to add 5 on one stretch. Very good. I'm waiting for others to answer.
It's a very simple one, commonly used word. It's easy. Boy, opposite it's girl. Very good. I'm waiting others to complete. ആരെന്താ ടൈപ്പ് ചെയ്തിട്ടോളൂ. Let's see who will win. Yeah, old, young, very good. It's very simple. And I will give 30 seconds. You don't have enough time. Yeah, Manjima, old, young, very good. Yeah, Shabna, Shajna, up, down. Yeah, Shifa, Mol, Shinu, up, down, very good. Ugly, good. Oh, ugly, Lilo. അതിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. വേറെ യു ആർ നോട്ട് സപ്പോസ് ടു ആഡ് എനി ലെറ്റർ, യു ആർ നോട്ട് സപ്പോസ് ടു ഒമിറ്റ് എനി ലെറ്റർ. കളയാനോ ആഡ് ചെയ്യാനോ പാടില്ല, അതിൽ തന്നെ ഉണ്ട് കേട്ടോ. യാ, വുമൻ, മാൻ, ലൈറ്റ്, ഹെവി. അതില് എ ഉണ്ടോ അഞ്ചാമത്തേല്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കി. യു ആർ നോട്ട് സപ്പോസ് ടു ആഡ് എനി ലെറ്റർ, യു ആർ നോട്ട് സപ്പോസ് ടു ഡിലീറ്റ് എനി ലെറ്റർ. ഇറ്റ്സ് വെരി സിമ്പിൾ. യാ, ടൈറ്റ്, നോ. Woman, man, very good. Bad, good, no. Young, all, it's okay, very good. Right, left, yeah, that's correct. Right and left. Shifa Molshino, I think you got all 5. If you type it all 5 at a stretch, you'll get a gift. So last 20 seconds. Okay, fine. We'll move. You take your own time and find out. Yes. Okay, we'll start with our self-introduction part. ആരെങ്കിലും ഒരാൾക്ക് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആരെങ്കിലും, എനിവൺ? ആർക്കെങ്കിലും? അജിൻ, ആദ്ര, ആപണി, ഷിഫ മോൾ, ഫാത്തിമ, മഞ്ജിമ, ബാലു, മീനാക്ഷി, അദിത്, ഫാത്തിമ അഗെയിൻ, റെഹാന. ആർക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ സെന്റൻസ് നിങ്ങളെ പറ്റി പറയാമോ? Any 2 sentences about you? Any English or Malayalam? Any language you prefer? Hello. Yes, Fatima. My name is Fatima Nauminannam. I'm a final year BA English student from MES Asmabi College. And one of my hobbies are reading. I love reading. That's all about me. Yeah, that was very good. So good round of applause for her. ഒരാൾ മുന്നോട്ട് വന്നാൽ എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. എല്ലാവരും കൊടുക്കുക കേട്ടോ. എല്ലാവരും ക്ലാപ്പ് കൊടുക്കണം. കാരണം ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ മാത്രം പറയുന്നതല്ല, തൊട്ടടുത്തുള്ളവരും കൂടി, നമ്മുടെ ഫ്രണ്ട്സും കൂടി അടിപൊളിയായിട്ട് നിൽക്കുമ്പോഴല്ലേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടെന്ന് പറയാം അല്ലെ? ഇനി ആരാ പറയുന്നത്? ഒരാൾക്ക് കൂടി പറയാലോ. ഞാൻ കേട്ടിരിക്കുന്നത് ഈ കോളേജ് അടിപൊളി കോളേജാണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിവൺ? ആരെങ്കിലും ഉണ്ടോ വേറെ? സജിനയുണ്ട്, ആൻഷി, ഫാത്തിമ, ഉമ്മു കൊലുസു, ഐഷ, കൃഷ്ണ, അർജുൻ, റസീം, മസ്മിയ. Hi, sir. Yes, Fatima. Yeah, Hi. my name is Fatima Mehvish MS, and I'm studying in MES Asmavi College. My +2 and all, I graduated from Lema Public School, and I have father and my mother, and my hobby is traveling. That's all. Thank you, Okay, sir. very good, very good. That was very good one. So good round of applause for her as well. Very good. So we'll start our session. How to introduce yourself. There are many formats. ഞാൻ ഇവിടെ ഒരു ഫോർമാറ്റ് ആണ് കൊണ്ടുവരുന്നത്. എങ്ങനെ നിങ്ങളെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് എത്താം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ സെൽഫ് ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളതാണ്.
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് 5 ഫിംഗർ സ്ട്രാറ്റജി പോലെ നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് പോകുന്നത്. ദാ ഇവിടെയാണ് വരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റത്തെ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെയിമാണ് പറയേണ്ടത് അല്ലെ. സോ മൈ നെയിം ഈസ് സുമേഷ് ഓർ ഐ ആം സുമേഷ് എന്ന് പറയാം. ഒരിക്കലും മൈസെൽഫ് എന്ന് പറയരുത്, അല്ലെങ്കിൽ മൈസെൽഫ് മിസ് ഫാത്തിമ എന്ന് പറയരുത്, അല്ലെങ്കിൽ മൈസെൽഫ് മിസ്റ്റർ സിബിൻ എന്ന് പറയരുത്. ഇൻസ്റ്റഡ് what you have to do is that my name is or I am. My name is or I am. അതിൽ I am from Thrissur or I am from Kodunallur. അപ്പൊ നിങ്ങളെ പറ്റിയിട്ടുള്ളതും നിങ്ങൾ എവിടെ നിന്ന് വരുന്നുള്ളതും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. ആദ്യത്തെ ഫിംഗർ ആണ് അല്ലെ. ഫസ്റ്റത്തെ ഫിംഗറിൽ മൈ നെയിം ഈസ് ആൻഡ് വെർ യു ആർ ഫ്രം. Okay, my name is Sumesh. I am from Thrissur. Okay, the first point is over. Now moving on to second. Directly move to your qualification as you people are freshers. I have completed a bachelor's in maths degree or I'm currently pursuing bachelor's in commerce with a specialization in finance. ഒരിക്കലും നിങ്ങളുടെ കോഴ്സിന്റെ അബ്രിവേഷൻസ് പറയാതിരിക്കുക. ബികോം, BBA, BCA അല്ലെങ്കിൽ ബിവോക് എന്നൊന്നും പറയാതെ presently pursuing a bachelor's in commerce with a specialization in finance എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ പറയാം. രണ്ടാമത്തെ ഫിംഗർ ആയി I have completed a bachelor's in finance with a bachelor's in commerce with a specialization in finance. രണ്ടാമത്തെ ഫിംഗർ ആയി. മൂന്നാമത്തത് എല്ലാവരും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈസി ആയിട്ട് എല്ലാവരും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രൊജക്റ്റും കൂടി നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ. അപ്പൊ അതിനെപ്പറ്റി പറയാനും നിങ്ങൾക്ക് കഴിവുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഇതിലേക്ക് പോകുന്ന സമയത്ത് മൂന്നാമത്തെ ഫിംഗറിൽ ഐ വാസ് പാർട്ട് ഓഫ് ദ റിസർച്ച് പ്രൊജക്ട് ഓൺ ഹൗ മോഡേൺ ടെക്നോളജീസ് ഓ ഐ വാസ് പാർട്ട് ഓഫ് ദ റിസർച്ച് പ്രൊജക്ട് ഓൺ ഫിനാൻസ് വെർ വി വർക്ക് വിത്ത് എൻ ഫിനാൻസ് കമ്പനി ടു ഇവാലുവേറ്റ് ദ എഫിക്കസി ഓഫ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മാറ്റി ചെയ്ത്. ഇപ്പൊ എല്ലാം ഒരേപോലെ തന്നെ ആവണമെന്ന് ഇല്ല. മൂന്നാമത്തെ ഫിംഗറും കഴിഞ്ഞു. ഈ നാലാമത്തെ ഫിംഗറിൽ നിങ്ങളെ പറ്റിയിട്ട് പറയാം. നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒന്നും പറയണ്ട. ഐ ആം വേഴ്സറ്റൈൽ ആൻഡ് ക്രിയേറ്റീവ്. ഐ ആം വേഴ്സറ്റൈൽ ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ് ഒരു സെന്റൻസ് അവിടെ പറഞ്ഞു വെക്കുക. ഐ ആം വേഴ്സറ്റൈൽ ആൻഡ് ഇത്. അതിനുശേഷം അഞ്ചാമത്തെ ഫിംഗറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പാഷൻ എന്താണ്? With my passion for finance, I would like to work for a leading finance company like yours, and I do believe I can make a positive impact. വളരെ ഈസി ആണ് അല്ലെ. ഫസ്റ്റത്തേൽ എന്ത് പറഞ്ഞു? നിങ്ങളുടെ പേര്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഫസ്റ്റത്തെ ഫിംഗർ. രണ്ടാമത്തെ ഫിംഗറിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തതിൽ നിങ്ങളുടെ പ്രൊജക്ട്. നാലാമത്തതിൽ നിങ്ങളെ പറ്റിയിട്ട് ഐ ആം വേഴ്സറ്റൈൽ ഓർ ഐ ആം ഹാർഡ് വർക്കിംഗ്, ഐ ആം അഡാപ്റ്റീവ് എന്ന് പറയാം. അഞ്ചാമത്തിൽ നിങ്ങൾ ആ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് പറയേണ്ടത്. ഈ 5 സെന്റൻസ്, ഈ 5 ഫിംഗേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇംഗ്ലീഷിലൊന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1-2 സെന്റൻസ് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റുമോ ആഫ്റ്റർ ഞാൻ ഈ പറഞ്ഞതിന് ശേഷം? എനിവൺ? Yes, sir. യെസ്, ഗോ അഹെഡ് ഫാത്തിമ. My name is Fatima Mehvish MS, and I'm coming from Thrissur. I have completed a bachelor's in commerce with a specialization in computer application. Yes. I was a part of a research project on customer satisfaction towards electric vehicles, and I have proved that everyone is changing from normal petrol and diesel cars to electric cars. And I'm a versatile and hardworking person. With my passion of traveling, I can do any work. Okay, Thank you, that was very good one. This is she is a winner. Winners don't do different things. They do it differently or adaptive. ഞാൻ പറഞ്ഞു കൊടുത്തു, ഉടനടി ആൾ അഡാപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഒരു വിന്നറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട ഏറ്റവും പോസിറ്റീവായിട്ട് ഘടകം. പിന്നെ ട്രൈ ടു അവോയ്ഡ് കമ്മിങ് ഫ്രം ഇൻസ്റ്റെഡ് ഓഫ് ഐ ആം ഫ്രം എന്ന് പറയാം. അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് വെരി സൂപ്പർ. കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ആയില്ലേ നേരത്തെ പറഞ്ഞേക്കാളും? ഫാത്തിമ, am I correct or not? Yes, sir. യെസ്. അപ്പൊ ഒരാൾക്കും കൂടി പറയണോ? എനിവൺ? ഷിഫ, മോൾ, ഷിനു, മൻഷിമ, ബാലു, മീനാക്ഷി, അദിത്, ആരെങ്കിലും? എനിവൺ? ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പക്ഷെ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഫോർമാറ്റ് കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾ എങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ടോൺ ഓഫ് വോയിസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ബോഡി ലാംഗ്വേജും ജസ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ബോർഡിലാണ്. ഞാനൊരു കാൻഡിഡേറ്റ് ആണ്. ഞാൻ അവിടെ വന്നിട്ട് 3 തരത്തിലാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. 3 ആളുകളാണ് സപ്പോസ് ചെയ്യുക. ആദ്യത്തെ ആള് വരുവാണ്,
ഞാൻ ഇങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തംസ് അപ്പ് കൊടുക്കാം, ഇഷ്ടമല്ലെങ്കിൽ തംസ് ഡൗൺ എന്ന് കൊടുക്കാം. ഓക്കെ, ഹിയർ ഗോ. I am Sumesh. I am from Thrissur. I have completed my +2 and I like this job. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തംസ് അപ്പ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തംസ് ഡൗൺ. എല്ലാവരും ഒന്ന് ചെയ്യാം. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെ? ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. അപ്പൊ ഞാൻ അടുത്തേക്ക് പോകാം കേട്ടോ. I am Sumesh. Okay, I have completed Master of Business Administration and Master of Commerce. I have 7 years of experience. I like this job and I like this company. Thank you. ഇഷ്ടപ്പെട്ടോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. Okay, so moving on to the next level. Yes, I am Sumesh. I am from Thrissur. I have completed Master of Business Administration and Master of Commerce. I have 8 years of experience as a soft skill trainer. Thank you. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തംസ് അപ്പ്. യെസ്, വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു. അപ്പൊ നമ്മുടെ കയ്യിലൊരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ പറയണു അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. ഫസ്റ്റത്തേലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആകെ തളർന്നിട്ടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തിൽ ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് നീ ആയതടാന്ന് ചോദിച്ചിട്ടാണ്. മൂന്നാമത്തത് ഞാൻ സംസാരിച്ചത് വളരെ അസർട്ടീവ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ നമ്മളെ ഫേസിൽ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വളരെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മൺചിത്രത്താഴ് ഫിലിമില് നിങ്ങളോട് സ്വർണം എടുക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ശോഭനോട് പറയുന്നത് പോണ്ടെന്ന് പറയുമ്പോൾ ശോഭന ഓടിപ്പോയി കരഞ്ഞ് കട്ടിൽ കിടന്ന് കരയാണ്. ലാല എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട്. അതിനെയാണ് ഫസ്റ്റത്തെ സെഷൻ അല്ലെ. രണ്ടാമത്തേത് എന്താ, അത് നാഗവലി നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തന്നു. മൂന്നാമത്തതാണ് എന്ത്, അസർട്ടീവ് ആയിട്ടുള്ളത് അല്ലെ. ചേട്ടന് ഇഷ്ടപ്പെട്ട മീൻകറിയൊക്കെ വെച്ചിട്ട് ഞാൻ പോകുന്നത്, ചേട്ടാ അടുത്ത ആഴ്ച കൂട്ടുകാരന്മാരൊപ്പം കറങ്ങാൻ പൊക്കോ, എനിക്ക് വിഷമമൊന്നുമില്ല അല്ലെ. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എന്തായി, അസർട്ടീവായി. അപ്പൊ എംപ്ലോയറിനും എംപ്ലോയിക്കും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഫസ്റ്റത്തെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എംപ്ലോയർ ചിന്തിക്കുന്നത് ഇങ്ങനെ, രണ്ടാമത്തെ ദേഷ്യത്തിലാണ്. അപ്പോൾ എംപ്ലോയർക്കും ദേഷ്യം വന്നു തുടങ്ങും അല്ലെ. അപ്പൊ ഞാൻ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ തന്നെയുണ്ട് അതിന്റെ വേണ്ട കാര്യങ്ങള്. ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇതാണല്ലേ. സബ്മിസീവ് ആണ്, അസർട്ടീവ് ആണ്, അഗ്രസീവ് ആണ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അസർട്ടീവ് ഉണ്ട്, സബ്മിസീവ് ഉണ്ട്, അതുപോലെ തന്നെ അസർട്ടീവ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ, ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്കപ്പോ ഇനി വേറെ സെഷനുകളിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് തംസ് അപ്പ് തംസ് ഡൗൺ ചെയ്യേണ്ട കാലഘട്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിലേക്ക് ഞാൻ വരുവാണ്. ഞാൻ വരുന്നത് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ എന്നെ എടുക്കില്ലയോ? തംസ് അപ്പ് ഓർ തംസ് ഡൗൺ? തംസ് അപ്പ് ആൻഡ് തംസ് ഡൗൺ അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ ഞാൻ എന്റെ ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ടാ വന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫുൾ കൈ ഒക്കെ മാറ്റി, ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടാ വരണേ. തുടങ്ങിക്കോ സാറേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല, ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് ജസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഐ കോണ്ടാക്ട് ഉണ്ടാവണം എന്ന് പറയും. എപ്പോഴും ഐ കോണ്ടാക്ട് വേണം എന്ന് പറയും അല്ലെ. ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അവരുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് ഉണ്ടാവും. ആ ഐ കോണ്ടാക്ടിന് പകരം ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ഐ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഐ കോണ്ടാക്ട് എടുക്കുകയാണ്. മുമ്പിലൊരു ഇന്റർവ്യൂ ബോർഡിൽ ഒരാളുണ്ട്, ഞാൻ ഐ കോണ്ടാക്ട്, സാറ് പറഞ്ഞിട്ടുണ്ട് ഐ കോണ്ടാക്ട്, ഞാൻ ഐ കോണ്ടാക്ട് ഇട്ട് ഞാൻ വിടില്ല അയാളെ എന്നിട്ട് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും? ഇല്ല. അതാണ് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ആണ് അല്ലെ. നമ്മൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൈ അല്ലെ, ഈ കൈ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെസ്റ്റിൽ വെക്കാൻ പാടോ? ഇല്ല, ഒരിക്കലും നമ്മൾ ചെസ്റ്റിൽ വെക്കരുത്. ചെസ്റ്റിൽ വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, യു ആർ ഹൈഡിങ് ഫ്രം അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ കൈ എന്ത് ചെയ്യാം, നമുക്ക് ലാപ്പിലേക്ക് വെക്കാം അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, എന്റെ ബോഡി ലാംഗ്വേജ് ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ ഇങ്ങനെയാണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഉഴഞ്ഞിരിക്കണത് വളരെ വയ്യ, എനിക്ക് തീരെ വയ്യ അല്ലെ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് മുന്നിലേക്ക് ലീൻ ചെയ്യാണ്, പിന്നെ ലീൻ ചെയ്യാണ്. മുകളിൽ നോക്കിയിട്ടാണ് ഞാൻ വർത്താനം പറഞ്ഞത്, താഴെ നോക്കിയിട്ട് വർത്താനം പറയുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല. കാരണം എന്തുകൊണ്ടാ,
നിങ്ങളൊന്ന് സ്റ്റെപ്പ് ഇൻ ടു ദ ഷൂസ് ഓഫ് ആൻ എംപ്ലോയർ. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളിപ്പോൾ എംപ്ലോയർ ആയിട്ടായിരിക്കുന്നത് അല്ലേ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ കുട്ടിയുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആളിരുന്നത് അല്ലേ. ഇനി ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ ബോർഡിൽ വന്നിട്ട് മുടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഞാൻ മുടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുക, സാറേ പറയേ സാറേ പറയേ സാറേ എന്ന് പറഞ്ഞിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും ഈ പയ്യനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വന്ന ഇംപ്രഷൻ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ആരെങ്കിലും ഒരാളൊന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ്, നോട്ട് പെർഫെക്റ്റ് പേഴ്സൺ ടു ദ ഇന്റർവ്യൂ. യെസ്, മാത്രമല്ല ഞാൻ എന്താ ഇത്തിരി നെർവസ് ആണ് അല്ലെ. ഞാൻ എന്താ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? ഇതെന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അതെന്താ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണേ അല്ലെ? എന്താണ്? നെർവസ്നെസ്, ടെൻഷൻ. എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഫേക്ക് യുവർ ഫേസ്. ഫേക്ക് യുവർ ഫേസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫേക്ക് യുവർ ഫേസ് എന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടും പ്ലസന്റ് ആയിട്ടും പോവുക. അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് എന്ത്? ചിരിച്ച മുഖത്തോടുകൂടി പോകണം അല്ലെ. ഓക്കെ, ഞാനപ്പോ വീണ്ടും കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഞാൻ ഇന്റർവ്യൂ ബോർഡിൽ വന്നിരിക്കുകയാണ്. സാറ് പറയും സാറേ. യെസ്, ഒന്ന് പോവാ സാറേ. എനിക്ക് കുഴപ്പമില്ല സാറേ, ഒന്ന് പോവാ സാറേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണോ ചിരി? എന്താ പറയാ, സാറ് പറഞ്ഞിട്ട് എന്റെ ചിരിച്ച ഫേസോട് കൂടിയിട്ട് പോണം അല്ലെ. പക്ഷെ അതിന് പകരം നിങ്ങൾ എന്താ അവിടെ പോയി ചെയ്തത്? ലോഫിംഗാ ചെയ്തത്. ചിരിയും സ്മൈലും പ്ലസന്റ് ഫേസും ചിരിയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ചിരിച്ച മുഖത്തോടു കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ചിരിക്കുക എന്നുള്ളത്, അല്ലാതെ പൊട്ടിച്ചിരിക്കുക എന്നുള്ളതല്ല അല്ലെ. നമുക്ക് അതിന്റെയൊക്കെ എത്രയാണ് അതിന്റെ കൗണ്ട്, ഐ മീൻ ആ ഒരു ലിമിറ്റ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചിരിക്കല്ല, പ്ലസന്റ് ഫേസ് ആണ് വേണ്ടത് അല്ലെ. പ്ലസന്റ് ഫേസോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഞാൻ വീണ്ടും പറയണം, ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പോകുന്നു, എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം ഇല്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറഞ്ഞോളൂ. അതിലിപ്പോ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയാൻ പറ്റാവുന്ന രീതിയിൽ സംസാരിക്കുക. അറിയില്ലെങ്കിൽ വിട്ടേക്കൂ, കുഴപ്പമില്ല. നമുക്ക് എല്ലാവർക്കും അറിയോ. പക്ഷെ എന്ത് ചെയ്യുക? നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരിക്കലും എന്താ പറയാ വീട്ടിലിരുന്നിട്ട് അയ്യോ എനിക്ക് പറ്റണില്ല അല്ല ചിന്തിക്കുക. എന്തും ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഓടാൻ പറ്റില്ലെങ്കിൽ നടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എഴയുക. എങ്ങനെയും നിങ്ങളുടെ ഗോളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എനിക്ക് പറ്റണില്ല എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പേടിയാണെന്നൊന്നും ചിന്തിച്ച് ഇരിക്കാനായിട്ട് പാടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജും ജെസ്റ്റേഴ്സും, ഐ കോണ്ടാക്ട്, കൈ കാല് എവിടെ വെക്കണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് ഓൺലൈൻ ഇന്റർവ്യൂ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലെ. അയ്യോ, ഐ ലോസ്റ്റ് മൈ കണക്ഷൻ. ഓക്കെ, ഓൺലൈൻ ഇന്റർവ്യൂ I'm sorry, I lost my connection. Hope it's audible. Audible ആണോ? Yes, sir. Okay, sorry for that. Just a lost connection കേട്ടോ. സോറി, ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ എല്ലാവരും പറയും പോസിറ്റീവായിട്ട്, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ആവും. പക്ഷെ പരമാവധി എന്ത് ചെയ്യാനായിട്ട് പറ്റുക? പുറത്തേക്ക് വരാനായിട്ട് പറ്റുക. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഓൺലൈൻ ഇന്റർവ്യൂസ്. നമുക്കിപ്പോൾ ഏപ്രിൽ 26 ഭാഗമായിട്ട് കുറെ ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്യാമറയും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഏകദേശം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. ഞാനൊരു കാൻഡിഡേറ്റ് ആണ്. ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഞാൻ ഇത്രയും ക്യാമറയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പറഞ്ഞു സാറേ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അതൊരിക്കലും ചെയ്യരുത്. നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അവർക്ക് നമ്മളെ കാണാനായിട്ട് പറ്റണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ ബാക്കിൽ ഇത് ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കും. ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂ സെഷനിൽ പോയ സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇതിന്റെ പാടത്തിന്റെ അടുത്തായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ക്ലാസ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കലേ തൊട്ടപ്പുറത്ത് വശം ഓളിട്ടു. അപ്പൊ എന്തായി? അവിടെ ഇന്റർവ്യൂ ബോർഡിലേക്ക് അത് പോയി. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് കമ്പനിയാണെന്നുള്ളത്. ഇപ്പൊ ICICI ബാങ്കിന്റെ ഇന്റർവ്യൂവിന് പോവുകയാണ്. ദേ വിൽ ആസ്ക് യു വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ICICI. അറിയില്ല എന്ന് പറഞ്ഞാൽ പെട്ടോ.
ഇപ്പൊ ഞാൻ അസാപ്പിന്റെ ഏറ്റവും ഫസ്റ്റത്തെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ ആക്ച്വലി അസാപ്പ് എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ട് പോയതല്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു അസാപ്പ് എന്താണെന്ന്. അവർ ചോദിച്ചു വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് അസാപ്പ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. എന്തുകൊണ്ട് എനിക്കത് പറയാൻ പറ്റിയത്, ഞാൻ കറക്റ്റ് ആയിട്ട് അവിടെ പോയതുകൊണ്ടാണ്, കറക്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടാണ് കമ്പനിയെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം, കമ്പനിയെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പൊ നമുക്ക് കുറച്ച് PPT കൂടി കണ്ടിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ PPT-യിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. യെസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ടോപ്പ് ഇന്റർവ്യൂ മിസ്റ്റേക്സ് ദാറ്റ് ഷോസ് നെഗറ്റീവ് ബോഡി ലാംഗ്വേജ്. ഐ കോണ്ടാക്ട് ഇല്ലാണ്ടിരിക്കുക, റെസ്റ്റ്ലെസ്നെസ്, ക്രോസ് ഡാംസ്, lack of facial expression, inappropriate use of gestures, inadequate posture, glancing at the watch or clock, and weak handshake. That's അതിൽ 2 പോയിന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്, അതും കൂടി പറഞ്ഞു തരാം. യെസ്, അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ഇന്റർവ്യൂവിന് പോകൂലേ, നമുക്കാകെ ഇന്റർവ്യൂ തുടങ്ങി, നമുക്ക് ടെൻഷൻ അടിച്ചു തുടങ്ങി, 10 മണിയായി, 10 മണിക്ക് തുടങ്ങിയ ഇന്റർവ്യൂ ആണ്, നമ്മൾ എന്ത് ചെയ്യും, പതുക്കെ വാച്ച് നിൽക്കുന്നു. അങ്ങനെ ചെയ്യരുത്, അത് റെസ്റ്റ്ലെസ്നെസ് ആണ് കാണിക്കുന്നത് അല്ലെ, വളരെ റെസ്റ്റ്ലെസ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്നത്. അപ്പൊ ഒരിക്കലും അത് ചെയ്യരുത്. പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുപോലെ തന്നെ ഹാൻഡ് ഷേക്ക് അല്ലെ, ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ഹാൻഡ് ഷേക്ക് കൊടുക്കുക, അല്ലാതെ ഇങ്ങനെ കുഴഞ്ഞ് ഹാൻഡ് ഷേക്ക് കൊടുക്കരുത്, അല്ലെങ്കിൽ കൈ പിടിച്ച് അമക്കരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഹാൻഡ് ഷേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ജെസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കൈയിലെ കൈന് വരെ എന്താണ്, ഞാൻ ഇവിടെ നിന്ന് വരുന്നു കേട്ടോ, ആ കൈ ഇങ്ങനെ കുറേ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കരുത്. ആ ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും, ആ ലിമിറ്റ് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. യെസ്, അപ്പൊ ഞാൻ വീണ്ടും എന്റെ സെറ്റിലേക്ക് വരാം, PPT-യിലേക്ക് വരാം. നിങ്ങൾക്ക് ഓരോന്നോരോന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് കാണിച്ചതിന് ശേഷം അടുത്ത എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കോമൺ നോബൽ മിസ്റ്റേക്സ്, പ്ലേയിങ് വിത്ത് ഹെയർ ടു മച്ച്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, ക്രോസിംഗ് ആംസ് ഓവർ ചെസ്റ്റ്, വീക്ക് ഹാൻഡ് ഷേക്ക്, too many hand gestures, too much fidgeting, not smiling, and not making eye contact, and not knowing about the company. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. നിങ്ങൾക്ക് കമ്പനിയെ പറ്റിയിട്ട് അറിയില്ല, അതൊരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ ഇതാണ് ഇരിക്കേണ്ട പോസ്ചർ അല്ലെ. ആ 4 ജെൻസിന്റെയും കാണിച്ചിട്ടുണ്ട്, 4 വുമൻസിന്റെയും കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്ലസന്റ് ആയിട്ടിരിക്കുക, വളരെ പ്ലസന്റ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആങ്ഷ്യസ് ആയിട്ടോ ടെൻസ്ഡ് ആയിട്ടോ ഇരിക്കരുത്. ബി പോസിറ്റീവ്, നല്ല രീതിയിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആദ്യത്തെ 3 കാണുമ്പോൾ തന്നെ നമുക്ക് ബോറിംഗ് ആണല്ലേ, ഫസ്റ്റത്തെ ആളെ കാണുമ്പോൾ നല്ലൊരു സമാധാനമുണ്ട്. സോ സെയിം വേ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ അടുത്തത് വന്നു, നിങ്ങളുടെ കാല് എങ്ങനെയാ വെച്ചത്, കാല് എങ്ങനെയാ വെക്കേണ്ടത്, കാല് കയറ്റി വെക്കാനോ കാല് ക്രോസ് ചെയ്തിട്ടോ വെക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാല് കറക്റ്റ് ആയിട്ട് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ ഐ കോണ്ടാക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. കണ്ണോട് കണ്ണ് നോക്കുന്നല്ല, മുകളിലേക്കോ താഴേക്കോ നോക്കിയിട്ട് ഉത്തരം പറയുക. ദാറ്റ് ഷോസ് യുവർ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതാണ് വരുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. 3ാമത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ. സിറ്റിംഗ് അപ്പ് സ്ട്രെയിറ്റ് സെൻസ് എ മെസ്സേജ് ഓഫ് സ്മാർട്ട്നെസ്, കോൺഫിഡൻസ് ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പ്രിപ്പയർ തറലി. നിങ്ങൾ ഇൻ പേഴ്സൺ ആണ് അല്ലെ, 1-on-1 ഇന്റർവ്യൂ ആണ്, അതും ഓൺലൈൻ ആണ്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ റെസ്യൂമേ അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ കയ്യിലെടുത്ത് വെക്കുക. എന്തുകൊണ്ടാണ് അത് കയ്യിൽ വെക്കാൻ പറയുന്നത്? They will ask you in which year you completed your graduation, അല്ലെങ്കിൽ completed your +2. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് അത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. Ensure everything working order. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണ്, ഓൺലൈൻ ഇന്റർവ്യൂ ആണ്, ചിലപ്പോൾ വൈകുന്നേരങ്ങളിലാവും ഇന്റർവ്യൂ വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചിലപ്പോൾ നെറ്റിന്റെ ഇത് കുറഞ്ഞു വരുമോ, ഒന്നുകിൽ ടോപ്പ് അപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 200 MB മാത്രമേ ഉള്ളൂ, 200 MB കൊണ്ട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാന്ന് ചിന്തിക്കരുത്. അതിന് പകരം ഒന്ന് ടോപ്പ് അപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡബിൾ ചെക്ക് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ സറൗണ്ടിങ്സ് നല്ലതാണോ നോക്കുക,
റെഫർ ടു യുവർ CV നെസസറി, ഡ്രസ് പ്രൊഫഷണലി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡ്രസ് പ്രൊഫഷണലി. പ്രൊഫഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറയുന്നത്? കാരണം നിങ്ങൾ വിചാരിക്കും എന്താ, വീട്ടിലുള്ള ഒരു ഇന്റർവ്യൂ അല്ലേ, അപ്പൊ എങ്ങനെയെങ്കിലും ഇരിക്കാം. അല്ല, എല്ലാ ഇന്റർവ്യൂസും ഫോർമൽ തന്നെയാണ്. ഓൺലൈൻ, വെദർ ഇറ്റ്സ് ഓൺലൈൻ, വെദർ ഇറ്റ്സ് ഓഫ്ലൈൻ, ഇറ്റ്സ് ഫോർമൽ. So make sure that you dress professionally, irrespective of the time of the day. Always dress for a formal interview. That's formal interview. ഇന്റർവ്യൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. ഇതുവരെ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് തംസപ്പ് ഇടാമോ? ഇതുവരെയുള്ളത് ഓക്കെയാണ്, മനസ്സിലായി എങ്കിൽ ഒന്ന് തംസപ്പ് ഇടാം. ഇനി എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷനിലേക്ക് കൂടി ഞാൻ പോകും. Anyone? Any doubts? From Ajin, Adra, Sajna, Fatima now, Shifa Mol, Manjima, Meenakshi, Adit, Pradeep, Fatima, Rehana, Minsa, Jekuma, Muhsina, Vismaya, Anshi, Anshida, Fatima Nishrin, Aisha Senha, Krishnarjun, Anushree, Shabna, Arkelkum, Anjali, Fahan, Anandra PB, Anisha, Nabila, Nasir. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഒരാളെ ആരെങ്കിലും ധൈര്യം ഉണ്ടോ ഇന്റർവ്യൂവിന് വരാനായിട്ട്? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോക്ക് ഇന്റർവ്യൂ ചെയ്തു തരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ? എനിവൺ? സോ ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം ഫോർ യു ടു ഇംപ്രൂവ്. എങ്ങനെയായാലും നിങ്ങൾ ചൊവ്വാഴ്ച ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോണവരാ. ഇപ്പൊ നിങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന്, ആരെങ്കിലും ഒരാൾ, എനിവൺ? I heard that MA Sasmi College is one of the best college in the town. And very brave students. Anyone? I will wait for 2 minutes, 1 minute. ആർക്കെങ്കിലും വരാം. തെറ്റിക്കോട്ടെ, ഒന്നും പേടിക്കണ്ട. എന്നാലാണ് എനിക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് നിങ്ങളെക്കൊണ്ട് സംസാരിക്കാനായിട്ട് പറ്റും. Yes, sir, I'm ready. You are ready. So Fatima, are you leader അങ്ങാനാണോ? No, sir. Or chairperson or something? No. No. Okay. We'll start with self-introduction. Fatima, tell me about yourself. Yeah, my name is Fatima Mehvish MS and I'm from Thrissur. I have completed a bachelor's in commerce with specialization in computer application. I was part of research project on customer satisfaction towards electric vehicles, and I researched that nowadays the people are moving to electric vehicles, and I'm a versatile, creative, and hardworking person. That's all, sir. Thank you. Okay, that was very good one. I will ask you some questions Yes, sir. regarding domain. What is meant by commerce? Commerce means it's all about accounting, business, everything. Is this commerce means accounting and? Yeah, it's all about all thing means accounting, economic based, Oh. everything. Okay, fine. Who is our finance minister? Nirmala Sitharam, As far as Kerala is concerned? Kerala. I'm not remembering now. Okay, no problem. Number of MLAs in our Kerala? Number of MLAs. Sorry, sir. I'm not sure about it now Okay, fine, no problem. Why should I hire you? because I'm a very versatile, creative, and hardworking person. So it will be best for your company. That's for your company. Okay, fine. I will ask you one more question. Okay, Fatima, I'm very much impressed with your resume and your performance. I will take you as an accountant. Okay. Yeah, sir. Your timing is like this, 9 to 5. But from 9 to 11, what you have to do is that you have to cut fish and make curry for me. From 11 onwards, a routine accounting work. Do you like to join us? No, sir, because I'm an accountant. You appoint me as an accountant. So why should I do for you? Okay, the same question has been asked to one of my friend. Pavanenda Paranenchala, in your company, accountant means cutting of fish and preparing curry. I will definitely do so. Okay, ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയണ്ട. നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻസ് ഓഫ് മൈൻഡ് ഉപയോഗിക്കുക അല്ലെ. എന്നിട്ട് നമുക്ക് Okay, sir. അവരോട് മനസ്സിലായോ? ശ്രദ്ധിച്ചത് മനസ്സിലായി. പറഞ്ഞത് തന്നെയാണ്, പക്ഷെ തിരിച്ചു വിട്ടു. ഞാൻ ചെയ്യില്ല എന്നല്ല. അപ്പൊ അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
നമുക്ക് എല്ലാ സി ആസ് മഹാത്മാഗാന്ധി സെഡ് ഓ എല്ലാ കാമും നല്ലതെന്നല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദ സെയിം വേ നമുക്ക് തിരിച്ചു വിട്ടു നോക്കാം അല്ലെ. ഓക്കെ, വെർ യു place yourself after 5 years? Sorry? Where you place yourself after 5 years? Means which position I will be? Yeah. Yeah, I will be in best position in a company. Yeah, actually the same question has been asked to me when I went to abroad for an interview. I simply said presence of mind ഉള്ള കാരണം കൊണ്ടായിരിക്കും കേട്ടോ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ I will sit in the other side of the table എന്നാണ് പറഞ്ഞത്. Okay. മനസ്സിലായോ? നമുക്ക് അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡും ലാംഗ്വേജും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഉപയോഗിക്കാൻ വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ദാറ്റ് വാസ് വെരി ഗുഡ് സെഷൻ ഫാത്തിമ. നല്ലൊരു Okay. ഗൈഡ്. ഫാത്തിമയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ ഉള്ളില്? And ഒരാളെ വിളിച്ചോ? Meenakshi. മീനാക്ഷി ഉണ്ടോ? മീനാക്ഷി ഒന്ന് ഓപ്പൺ ആവോ? മീനാക്ഷി മുങ്ങിയോ? Hello, Meenakshi, yes. Tell me about yourself. I am Meenakshi. I'm from Kara. I have completed my bachelor's in commerce. Okay, fine, no problem. See, initial stage lo onno rendu sentence okke parayan pattulla. Your computer application, right? Yes, So what is the difference between hardware and software? hardware and software. Software is displaying the. It's okay. No problem. Okay. What is the full form of USB? USB. Okay, fine, no problem. What is the full form of RBI? RBI. ടെൻഷൻ അടിക്കണേ. ടെൻഷൻ അടിച്ചപ്പോ പെട്ടെന്ന് കമ്പ്യൂട്ടർ ആയിട്ട് കണക്ട് ചെയ്താ പോണത് RBI അതല്ല, ഇങ്ങോട്ട് ബാങ്കാണ്. നല്ലല്ലേ? കേട്ടിട്ടില്ലേ RBI? എന്തായിരിക്കും ഫുൾ ഫോം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. സോ ദാറ്റ് വാസ് വെരി ഗുഡ് വൺ. നല്ലൊരു ഗൈഡ് കൊടുക്കും. കാരണം പറ്റിയൊന്നും പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് ഓപ്പൺ ചെയ്ത് സംസാരിച്ചു. മീനാക്ഷി ഒരാളെ ഒന്ന് സെലക്ട് ചെയ്യാവോ ഇതിൽ നിന്ന്? ആരാ? അദിത് ഉണ്ടോ? അദിത് ഒന്ന് ഓപ്പൺ ആക്കുമോ? തെറ്റിക്കോട്ടെ ആദിത്യ, പ്രശ്നമൊന്നുമില്ല. അദിത് മുങ്ങിയ? അദിത് ഒന്നും മിണ്ടുന്നില്ലല്ലോ. കുട്ടി മിണ്ടുന്നില്ലല്ലോ അദിത്ത്. ഓക്കെ, വേറൊരാളുടെ പേര് കൂടി പറയാമോ മീനാക്ഷി? അജിൻ. ഓക്കെ, അജിനെ ഞാൻ കണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ. അജിൻ ഉണ്ടോ? അവരൊക്കെ മുങ്ങി തോന്നുന്നുണ്ട്. അവര് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന തോന്നുന്നു അല്ലേ? യെസ്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഉമ്മക്കുൽസു. ദാറ്റ്സ് വെരി യുണീക്ക് ആയിട്ടുള്ള നെയിം അല്ലേ ഉമ്മക്കുൽസു? Hi, sir. Yes. Tell me about yourself. Okay, my name is Sumugul Suryam. I am from Natiga. I am completing my Bachelor's of Commerce in specialization with computer application. And I am... sorry, sir. It's okay, no problem. You take your own time. Don't problem. Panic avanda ട്ടോ. Okay. I am... sorry, sir. I can't... ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഞാൻ തന്നിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷന്റെ പാർട്ട് ഉണ്ടല്ലേ, അത് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് വെച്ച് ഇങ്ങനെ 5 ഫിംഗർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കുക. വളരെ ഈസിയാണ് കേട്ടോ. ഉമ്മക്കുൽസ് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഞാൻ കൊമേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉമ്മക്കുൽസ് ഒന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തേ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൊമേഴ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള മേഖലകളൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ആഫ്റ്റർ കൊറോണ പറയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെക്ടേഴ്സ് ഒക്കെ നമുക്ക് ഫിസിക്കൽ പ്രസൻസിലൂടെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കൊമേഴ്സ് എടുത്ത് നമ്മ പറയാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഇലക്ട്രോണിക് ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മ നെറ്റ് ബാങ്കിങ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതൊക്കെ ഈ കൊമേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ എന്തുകൊണ്ടും ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷന് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആണെന്നാ പറയുന്നത് കൊമേഴ്സ് അല്ലെ. എന്താവാനാണ് ഉമ്മക്കുൽസിന് ആഗ്രഹം? ഞാൻ ഇപ്പൊ ഗ്രാജുവേഷൻ കഴിയാനായിട്ടുണ്ട്. ഞാൻ CMA എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്.
ഓക്കെ USA from USA എന്നല്ലേ CMA USA ആണോ? യെസ് 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 ആ അതെ Okay. അതെ Okay, fine. That was very good session. Umakolsu, you select one. താങ്ക് യു. ഒരാളെ സെലക്ട് ചെയ്യാമോ? ആർദ്ര ആർദ്ര. ഓക്കെ, എന്താ ദേഷ്യമുള്ള പോലെ ഉണ്ട് അല്ലെ, പണി കൊടുക്കണ പോലെ ഉണ്ട്. വെരി ഗുഡ്. ആർദ്ര ഒന്ന് ഒപ്പിടാമോ? ആർദ്ര ഇവിടെ ഉണ്ട്. ആർദ്ര ഒപ്പിടാക്കുന്നുണ്ട്. യെസ്. ആർദ്ര, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. My name is Adra. I am 20 years old and I am coming from Tripurayar and I am studying BCom, Bachelor's of Commerce. Thank you. Okay, so what's your strength? What is your strength? Oh, what is your weakness? So very important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്. സോ ഐ ആം വെരി അഡാപ്റ്റീവ് എന്നൊക്കെ പറയാം, ദാറ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. പക്ഷെ നമ്മൾ ചില സമയത്ത് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് പലരും സ്ട്രെങ്ത് എന്താ ചോദിച്ചപ്പോൾ അവർ ഉടനടി പറയും മൈ ഫാമിലി, മൈ ബ്രദർ, മൈ ഫാദർ, ദാറ്റ്സ് മൈ സ്ട്രെങ്ത്. യെസ്, ഓഫ് കോഴ്സ് ദാറ്റ്സ് യുവർ സ്ട്രെങ്ത്, ഐ ഡു അണ്ടർസ്റ്റാൻഡ്. പക്ഷെ വെൻ കം ടു ദ കമ്പനി, നിങ്ങളുടെ സ്ട്രെങ്ത് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത് ആണ് അവർ നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം. അതുപോലെ തന്നെയാണ് വീക്ക്നെസ്സസ്. ചിലർ വീക്ക്നെസ് ആരാ, അപ്പൊ അവർ പറയും മൈ ബ്രദർ ഈസ് മൈ വീക്ക്നെസ്, മൈ ഫാദർ ഈസ് മൈ വീക്ക്നെസ്. ചിലർ പറയും അശ്വതി, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ ഈസ് മൈ വീക്ക്നെസ്. കടന്നു പോയി കഴിഞ്ഞാൽ ചിലർ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ പറയും മന്തിയാണ് സാറിന്റെ വീക്ക്നെസ്. ചിലർ പറയും ഐസ്ക്രീം ആണ് സാറിന്റെ വീക്ക്നെസ്. അതല്ല വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീക്ക്നെസ് പറയരുത്. നിങ്ങൾ പറയാണ് ഐ എം ഷോർട്ട് ടേം ബേർഡ്, യു ആർ അപ്ലൈങ് ഫോർ എ സെയിൽസ് മാനേജർ. അപ്പൊ അവിടെ നിങ്ങൾ പറയാണ് എന്ത്, ഷോർട്ട് ടേം ബേർഡ് എന്ന് പറഞ്ഞാൽ അത് ആ നിങ്ങളുടെ ജോബ് പൊസിഷന് ക്രൂഷ്യൽ ആണ്. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് പറയാം, ഐ ലുക്കിംഗ് ഫോർവേഡ് ഫോർ പെർഫെക്ഷൻ, ഐ ഡു ഓൾ ജോബ്സ് പെർഫെക്റ്റ്ലി. അങ്ങനെ നമുക്ക് പറയാം, അതാണ് നിങ്ങളുടെ വീക്ക്നെസ്. പക്ഷെ വീക്ക്നെസ് അല്ല, അതൊരു പോസിറ്റീവ് ഘടകത്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി, വീക്ക്നെസ്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ ഷോൾഡർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനെ കുനിഞ്ഞിരിക്കരുത്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ വീടുകളിൽ കൊച്ചു പിള്ളേരുകളൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് നല്ല ചിരിച്ച സന്തോഷത്തോടെ കൂടി പോകുക അല്ലെ, വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെയാവും വരിക. അതിനകത്ത് എന്താ, ക്ഷീണാണ്, ടയേർഡാണ്. ഡോണ്ട് സേ, നിങ്ങൾ ഒരിക്കലും ടയേർഡായിട്ട് കാണിക്കരുത്. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് പോണേക്കാളും തൊട്ട് മുമ്പ് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. അല്ലാണ്ട് കുഞ്ഞു കൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേ നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ എവിടേക്ക് കൊണ്ടുപോകുക, ക്ലാസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക, ഐ മീൻ ഇന്റർവ്യൂ ബോർഡിലേക്ക് കൊണ്ടുപോകുക. ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെയുള്ളത് മനസ്സിലായോ? തംസ് അപ്പ് ഒന്ന് ഇടാമോ? എല്ലാവരും ഓൺലൈൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അതിനുശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. സമയം അർദ്ധരാത്രി 12 മണി. ഒരു പയ്യൻ ഡൽഹിക്ക് സമീപത്തെ റോഡിലൂടെ സാമാന്യം വേഗത്തിൽ ഓടുന്നു. അവനെന്തോ ബുദ്ധിമുട്ടിലാണ്, സഹായിക്കാം എന്ന് കരുതി സംവിധായകൻ വിനോദ് കപ്രി വാഹനത്തിന്റെ വേഗം കുറച്ച് വശത്തേക്ക് അടുപ്പിച്ചു. കയറിക്കോളൂ, വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ കയറിയില്ല. പരിശീലനമാണ്, ഓടി തന്നെ വീട്ടിൽ പോകാമെന്ന് മറുപടി. നോയിഡയിലെ മക്ഡൊണാൾഡ്സിൽ തൊഴിലാളിയാണ് പ്രദീപ്. എന്നും അർദ്ധരാത്രി ജോലി കഴിഞ്ഞ് 10 കിലോമീറ്റർ അകലെയുള്ള മുറിയിലേക്ക് പോകുക ഇങ്ങനെ ഓടിയാണ്. പട്ടാളത്തിൽ ജോലി ലഭിക്കാനുള്ള കഠിന പരിശീലനം. ഉത്തരാഖണ്ഡിലെ അൽമോറ സ്വദേശിയാണ് പ്രദീപ്. തൊഴിലിനായി നോയിഡയിലെത്തി സഹോദരനൊപ്പം താമസിക്കുന്നു. ജോലി കഴിഞ്ഞ് ഓട്ടവും കഴിഞ്ഞ് മുറിയിലെത്തിയ ശേഷം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണം. അമ്മ ആശുപത്രിയിലാണ്. കഥകൾ വിനോദ് കപ്രിയുമായി പങ്കുവെച്ചു പ്രദീപ്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ലക്ഷ്യത്തിലെത്താനുള്ള 19-കാരന്റെ പരിശ്രമം ചർച്ചയാവുകയാണ്.
വിജയികൾ ഇങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ഹർഭജൻ സിംഗിന്റെ അഭിനന്ദനം. പ്രദീപിനെ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഓടിക്കൊണ്ടേയിരിക്കുക, നിങ്ങൾ ജോലി കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓട്ടം തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം അല്ലെ. ഒരിക്കലും എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് സമയമില്ല എന്ന് പറയരുത്. ആ കുട്ടി 12 മണി വരെ പണിയെടുക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഓടാനുള്ള സമയമില്ല. ആ കുട്ടി എന്ത് ചെയ്തു? 10 കിലോമീറ്റർ വീട്ടിലേക്ക് ഓടിപ്പോണം. ഓടിപ്പോയി കഴിഞ്ഞാൽ മാത്രം മതിയോ? പോരാ. അമ്മ ഹോസ്പിറ്റലാ, വീട്ടിൽ ചെന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അല്ലെ. നമ്മളെല്ലാവരും പറയുന്നത് നമുക്ക് സമയമില്ല സമയമില്ല സമയമില്ല. ഒരിക്കലും നമ്മൾ സമയമില്ല എന്ന് പറയരുത്. എന്നും പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജനറൽ നോളജ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര MLA മാരുണ്ടെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റണം. എത്ര MP മാരുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. സാർ, ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ GDയും അതിന്റെ ഒരു പാർട്ട് അല്ലേ? അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും? GD അല്ലേ? ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ GD ഒക്കെ ഇപ്പൊ കുറച്ച് തുടങ്ങിയിട്ട്. അപ്പൊ GD ഒന്നും ഇപ്പൊ അത്ര കാര്യമായിട്ടില്ല. പക്ഷെ GDയിൽ എപ്പോഴും നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നവർക്ക് എപ്പോഴും മാർക്ക് കൂടുതലാണ്. രണ്ടാമത് തല്ലൂട്ടല്ല GD, നമ്മളുടെ പോയിന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ എപ്പോഴും TV കാണുന്നതാണ് അല്ലെ, നമ്മളുടെ ഒരു ടോക്ക് ഷോ. അതിൽ കിടന്ന് ബഹളമായും അഗ്രസീവായിട്ട്, അങ്ങനെയല്ല. നമ്മൾ അഗ്രസീവിന്റെ ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് വളരെ പ്ലസന്റ് ആയിട്ട് നമ്മുടെ പോയിന്റുകൾ എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ GD ഒക്കെ വളരെ കുറവാട്ടോ. GD ഒന്നും ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. വുമൺ നല്ല ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോവുക. പരമാവധി ചുരിദാർ ഉപയോഗിക്കുകയാണെങ്കിൽ ചുരിദാർ ഉപയോഗിക്കുക. അങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ ടക്ക് ചെയ്യാൻ മറക്കരുത്. ചിലർ എന്തെങ്കിലും ടീഷർട്ട് ഇടും. മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടീഷർട്ട് ഇട്ടിട്ട് വരുന്ന അൺപിള്ളേരൊക്കെ എനിക്കറിയാം. അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല പ്രൊഫഷണലിസത്തോടു കൂടി പോവാം. എനിക്ക് ഈ ജോലി വേണം എന്ന് ചിന്തിച്ചിട്ട് തന്നെ പോവാം. ക്ലിയർ ആണോ? യെസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു നല്ല CV സിവിയുടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഇല്ല. എന്താ തന്നിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, CV നല്ല CV അയക്കണം. എന്താ എന്തെങ്കിലും പറയണോ? അതാണ് നമ്മള് കുറച്ച് സെലക്ടഡ് സ്റ്റുഡൻസിന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തത്, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. നമുക്ക് വേറെ ഒരു ദിവസം ഒരു സെഷൻ എടുക്കാം കേട്ടോ CVയെ പറ്റിയിട്ട്. CV എപ്പോഴും നല്ലതായിരിക്കണം. ATS ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ക്യാൻവ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ, അതിലെ ഇന്റർവ്യൂവിന് മുമ്പ് CV അല്ലാണ്ട് വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് CV കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കൂടാതെ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എല്ലാം ഏറ്റവും അപ്ഡേറ്റ് ആയത്. നിങ്ങൾ ഡിഗ്രി ആണല്ലോ, ഡിഗ്രി ഫസ്റ്റ്, +2, 10 അങ്ങനെ ആയിരിക്കണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണോ കൊണ്ടുപോകുന്നത്? ഒറിജിനൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട. ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇന്റർവ്യൂവിനൊന്നും ഒറിജിനൽ അവർ ചോദിക്കില്ല. അതായത് നിങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ വെരിഫിക്കേഷൻ വരിക. അപ്പൊ തൽക്കാലം കോപ്പി കൊണ്ടുപോയാൽ മതി. കോപ്പി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കോപ്പിയും കൂടി കൂടിയിട്ട് ഒറ്റ PDF ആയിട്ട് നിങ്ങളുടെ ലാപ്പിലോ മൊബൈലിൽ ഇട്ട് വെച്ചാൽ ഈസി ആയിരിക്കും നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനായിട്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ 1-2 പേർക്ക് ഫീഡ്ബാക്ക് പറയാമോ എങ്ങനെയുണ്ട് സെഷൻ എന്ന്? ഞാനത് നാളെ സെലക്ട് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. വളരെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, എന്തായാലും അല്ല, ഈ പ്ലേസ്മെന്റ് ഗ്രൂപ്പിൽ കണ്ടിരുന്നു. അപ്പൊ തന്നെ ആലോചിച്ചാണ് ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് വിളിച്ചപ്പോ തന്നെ വരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, നമുക്കൊരു പറ്റുവാണെങ്കിൽ നമുക്കൊരു ഓഫ്ലൈൻ നോക്കാം. പറ്റുമോ? സമയം കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ഞാൻ നിങ്ങളെ കസേരയിലൊക്കെ കൊണ്ടിരുത്തി ചെയ്യിപ്പിക്കാം. വേറെ ആരെങ്കിലും പറയുന്നോ? എനിവൺ? അനിത മാം പറഞ്ഞോളൂ സർ. ആരെങ്കിലോടും പറയണമെന്ന് ചോദിക്കും ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. സോ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? ആർക്കെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ മോന മിസ് ഉണ്ടോ? ലെഫ്റ്റ് ആയോ? മോന മിസ് ഉണ്ടല്ലോ. മോന വി എം കാണുന്നുണ്ട്. ഹലോ. ഹലോ മാം. ഹലോ.
Okay. Miss. First of all, Sumer sir, thank you very much. പെട്ടെന്നെയാണ് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വന്നത്. കുട്ടികൾക്ക് അടുത്ത വീക്ക് ഞങ്ങൾ ആരും കോളേജിൽ ആരും വിചാരിച്ചിട്ടില്ല 3 ഇന്റർവ്യൂ ഒരുമിച്ച് വരുന്നു. അതും ട്യൂസ്ഡേ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇവരിപ്പോ പറഞ്ഞപ്പോ സാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലോ, അത് എന്താ ചെയ്യാന്ന് ഒരു പിടുത്തം ശരിക്കും കുട്ടികൾക്കും ഇല്ല. അപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സ് ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് എനിക്ക് തോന്നിയ ഒരു പ്രൊഫഷണൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ജെന്യുവനായി ആഗ്രഹിക്കുന്ന ഒരു 48 സ്റ്റുഡൻസ് പ്ലസ് ഇതിനകത്ത് കയറിയത് കണ്ടു. സോ ഐ തിങ്ക് അനിത മിസ്സിനോട് ഞാൻ അഗെയിൻ താങ്ക് യു പറയുന്നു. പ്ലസ് സുമേഷ് സർ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു ചെറിയ സമയത്തിനകത്ത് സാറ് കൊടുത്ത ഒരു എൻറ്റയർ നോളജ് ഉണ്ടല്ലോ, അത് ഞാൻ പറയുകയാണെങ്കിൽ ഇവര് പുസ്തകം വായിച്ചു തുടങ്ങിയാലൊന്നും എത്തില്ല ഈ സമയത്തിനകത്ത്. അത്രയും സാറ് കൺസൈസ് ആയിട്ട് അവർക്ക് കൊടുത്തു. പ്ലീസ് ഡു പ്രിപ്പയർ. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരാനുള്ളവരാണ്. സാറെ കാണിച്ച വീഡിയോയിൽ പോലെ കീപ് റണ്ണിങ്. ഓക്കെ, ഓൾവേസ് ടേക്ക് ദ വൈബ് ടു ബി പോസിറ്റീവ്. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. താങ്ക് യു എവ്രി വൺ ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളില്ലാതെ എനിക്കൊരു സെഷൻ എടുക്കാനായിട്ട് പറ്റില്ല. കുറച്ച് പേരെങ്കിലും റെസ്പോണ്ട് ചെയ്യാതെ എനിക്കൊന്ന് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റില്ല. ബട്ട് യു പീപ്പിൾ റെസ്പോണ്ടഡ് വെൽ. സെയിം പോലെ തന്നെ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുക ജോലി കിട്ടാനായിട്ട്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. എൻ്റെ ഒരു വിഷസ് തരുവാണ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരും നല്ലൊരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത് കാണാൻ പറ്റട്ടെ. സോ താങ്ക് യു എവ്രി വൺ ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു എവ്രി വൺ. You want to add anything? Yes. ഇല്ല, വേറെ ഒന്നുമില്ല. സോ ഫോർ മൈ ഡിയർ സ്റ്റുഡൻസ്, SMABI കോളേജിന്റെ ചാർജ് എനിക്കാണ്. ഞാൻ എല്ലാവരെയും വന്ന് അവിടെ മീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. നമ്മളന്ന് ക്ലാസ് റെപ്രസെന്റേറ്റീവ്സിനെ മാത്രം, ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു 5-6 സ്റ്റുഡൻസിനെ മാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മളന്ന് ആ സെഷൻ ചെയ്തത്. അപ്പം DWMS രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾക്ക് നിങ്ങളുടെ ഈ വരുന്ന വീക്കിലുള്ള നിങ്ങളുടെ പ്ലേസ്മെന്റ് ഡ്രൈവ് നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ അതില് നിങ്ങൾക്ക് വരുന്ന കമ്പനീസിന്റെ ഒരു 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 എന്താ പറയാ, അതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ്, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നിങ്ങൾ ചെയ്യുക. ഇന്റർവ്യൂസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കുക. അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് April 26th വിജ്ഞാന കേരളം ഡ്രൈവ് വരുന്നുണ്ട്. നമ്മൾക്കിവിടെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും, എല്ലാ കോളേജസിലേക്കും നമ്മൾ ഇൻവിറ്റേഷൻസ് ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അതിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു ഓൾ സ്റ്റുഡൻസ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. So thank you everyone. Thank you.